ദിവ്യകാരുണ്യത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അപ്പം ക്രിസ്തുവായി മാറുന്നതല്ല, ക്രിസ്തുവിനെ സ്വീകരിച്ച മനുഷ്യൻ ക്രിസ്തുവിനെ പോലെയാകുന്നതാണ്. സുഹൃത്തുക്കളെ, യേശു ക്രിസ്തുവിനെയും ദിവ്യകാരുണ്യത്തെയും കുറിച്ച് ഏറ്റവും ആഴത്തിലും സമഗ്രമായും എഴുതിയ വ്യക്തികളിൽ ഏറ്റവും പ്രധാനിയാണ് തോമസ് അക്വിനാസ്. തമാശയ്ക്ക് പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ രചനകൾ കൊണ്ട് മാത്രം വലിയൊരു ലൈബ്രറി നിർമ്മിക്കാമെന്ന്. അത്രയധികം അദ്ദേഹം ദിവ്യകാരുണ്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി സഭ ദിവ്യകാരുണ്യ ആരാധനയിൽ ആലപിക്കുന്ന ഭക്ത്യാ വണങ്ങുക സാഷ്ടാംഗം വീഴുക എന്ന ഗാനം അദ്ദേഹത്തിന്റെ അമൂല്യമായ സംഭാവനകളിൽ പ്രധാനമാണ്. ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ദൈവത്തിന്റെ അനുഭവമുണ്ടായി. തുടർന്ന് അദ്ദേഹം തന്റെ രചനകൾ പോലും അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന റെജിനാൾഡ് ഓഫ് പിപ്പർനോ പലതവണ അദ്ദേഹത്തോട് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന പ്രശസ്തമായ സുമ്മാ തിയോളജിയെ എന്ന പുസ്തകം എഴുതി പൂർത്തിയാക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം റെജിനാൾഡിനോട് പറഞ്ഞു, ഐ ക്യാൻ ഡു നോ മോർ. All that I have written seem like a straw when I compare to what I have seen and what has been revealed to me. അദ്ദേഹം പറയും, ഞാൻ എഴുതിയത്, ഞാൻ കണ്ടതും എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയതുമായ സത്യവുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എഴുതിയത് നിസ്സാരമായ വൈക്കോല് പോലെയാണ്, നിസ്സാരമായ പുല്ല് പോലെയാണ്. അതുകൊണ്ട് തന്നെ ലോകപ്രശസ്തമായ സുമ്മാ തിയോളജിയെ ഇന്നും എഴുതി പൂർത്തീകരിക്കപ്പെടാത്ത ഒരു കൃതിയായി നിലനിൽക്കുന്നു. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശക്തി പോലും മുട്ടുമടക്കി. കാരണം ദിവ്യകാരുണ്യം ഒരിക്കലും വിവരിക്കേണ്ട സിദ്ധാന്തമല്ല, മറിച്ച് അനുഭവിക്കേണ്ട സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെയാകണം ന്യൂജൻ വിശുദ്ധനായ വിശുദ്ധ കാർലോസ് അക്വിറ്റസ് ഇപ്രകാരം പറഞ്ഞു വച്ചത്, യൂക്കറിസ്റ്റ് ഈസ് മൈ ഹൈവേ ടു ഹെവൻ. വിശുദ്ധ കുർബാനയാണ് എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ. വിശുദ്ധ മദർ തെരേസ പറഞ്ഞതും ശ്രദ്ധേയമാണ്. അമ്മ പറയും, ഞാൻ കുരിശിലേക്ക് നോക്കുമ്പോൾ യേശു എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു എന്നെ എത്രമാത്രം ഇന്നും സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകും. സ്നേഹമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ തിരുനാൾ നമ്മെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, ദിവ്യകാരുണ്യം യേശുവിന്റെ അവസാനത്തെയും ഏറ്റവും അമൂല്യവുമായ സമ്മാനമാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് യാത്രയാകും മുൻപ് നമുക്ക് നൽകിയത് വെറും ഒരു വസ്തുവല്ല, മറിച്ച് തന്നെയാണ്. മനുഷ്യനോടുള്ള യേശുവിന്റെ അമൂല്യമായ സ്നേഹത്തിന്റെ പ്രകടഭാവമാണ് വിശുദ്ധ കുർബാന. രണ്ടാമതായി, ടബർനാക്കിളിലെ കാത്തിരിപ്പിനെ കുറിച്ച് ചിന്തിക്കാം. ലോകപ്രശസ്ത വ്യക്തികളെയും സെലിബ്രിറ്റികളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാണുവാനായി ഞാനും നിങ്ങളും മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോൾ രാവും പകലും നമ്മെ കാണുവാൻ കാത്തു നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ കാണാൻ നാം എത്ര സമയം മാറ്റിവെക്കുന്നു? മൂന്നാമതായി, ദിവ്യകാരുണ്യം നമ്മെ മാറ്റുന്നുണ്ടോ? വർഷങ്ങളായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാൻ മറ്റുള്ളവരോട് അധികമായി ക്ഷമിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് അധികമായി കരുണ കാണിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഈ 3 ചിന്തകളും നമ്മുടെ ഹൃദയത്തോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമതായി, ഞാൻ സ്വീകരിക്കുന്നത് ആരെയാണ്? ഞാൻ സ്വീകരിക്കുന്നത് വെറും അപ്പത്തെയോ ജീവനുള്ള ക്രിസ്തുവിനെയോ? രണ്ടാമതായി, ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു? വർഷങ്ങളോളമുള്ള ആചാരമായോ അതോ ആഴമുള്ള വിശ്വാസത്തോടെയോ? മൂന്നാമതായി, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഞാൻ ക്രിസ്തുവായിട്ട് മാറുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞവരെ, ഓർക്കുക, വിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ അത്ഭുതം ഒരിക്കലും ബലിപീഠത്തിലെ അപ്പം ക്രിസ്തുവായി മാറുന്നതല്ല, മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും മറ്റൊരു ക്രിസ്തുവായി മാറുന്നതാണ്. എല്ലാവർക്കും ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു.